നമസ്കാരം ഗൈസ്. അപ്പം 3750 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ട് വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൊരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാവച്ചമ്പലത്ത് നിന്ന് നമുക്ക് മുളയ്ക്കൽ എന്നുള്ള സ്ഥലമാണ് നമുക്ക് ഇത് വരുന്നത്. പ്രാവച്ചമ്പലം മെയിൻ ബൈപ്പാസിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മുളയ്ക്കൽ എന്നുള്ള സ്ഥലം നമുക്ക് കിട്ടും. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വില്ല പ്രോജക്റ്റും കാര്യങ്ങൾ നടക്കുന്ന ഏരിയയാണ്. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് ഏകദേശം ആൾതാമസമുള്ള ഏരിയ തന്നെയാണ്. ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടാർ ഇട്ട ഒരു ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഒരു വീടിന് വരുന്നുള്ളൂ. നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് നമുക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ ഒരു 25 മിനിറ്റ് ടു 30 മിനിറ്റ്സ് ഒരു ഡ്രൈവ് മാത്രമേ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്ത് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് കടക്കാം. വീടിലെ എലിവേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ്. കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും കൂടെ ഡെക്കറേഷനാക്കി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3750 സെൻറ്റിലാണ് ഈ ഒരു വീട് പണി ചെയ്തിട്ടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. 2 ബെഡ്റൂം നമുക്ക് താഴെയും 1 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ നമുക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് എൻട്രൻസ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൻട്രൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമുക്ക് കയറാനുള്ള ഒരു നമുക്ക് സാഹചര്യം നമുക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഒരു 2 കാർ ഒരു സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ വിട്ടിട്ടുണ്ട്, അത് ചെയ്യാനുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് 2 സൈഡിലായിട്ട് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ എലിവേഷൻ വൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ട് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് 2 സ്റ്റെപ്പ് നമുക്ക് എൻട്രൻസിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. 8x6 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചുമര് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നമുക്കൊരു ചുമരാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിൽ നമുക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ഭാഗത്തിൽ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്ര നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ടും ഫ്രണ്ടേജും നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോൾ പ്ലാവിൻ തടിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പാളി ഡോറാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്ന നല്ല മനോഹരമായ വിശാലമേറിയ ഒരു വാതിൽ, വലിയൊരു വാതിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പ്ലാവിൻ തടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോടെ നമുക്കൊന്ന് കടക്കാം. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ ഇൻറ്റീരിയർ ഭാഗത്തോടെ കടക്കുമ്പോഴത്തേക്കും നല്ലൊരു ലിവിങ് ഏരിയ സ്പേസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV ഉൾപ്പെടെ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് TV ഏരിയ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ബാക്ക് പാനൽ വർക്കാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് വരുന്നത് പാനൽ വർക്കും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനാക്കി നമുക്ക് കൊടുത്തിട്ടുള്ള നല്ല വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിട്ടുള്ളത്. 10x13 ഡയമെൻഷൻ വരുന്ന ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നത്. അതുപോലെ ഒരു പാർട്ടീഷൻ നമുക്കിവിടെ കാണാൻ പറ്റി. പാർട്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു പാർട്ടീഷനാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരുന്ന സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ട് വെച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു പാർട്ടീഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു നല്ല അടിപൊളി ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്കൊരു 10x8 ഡയമെൻഷനാണ് ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ ഒറ്റയടി കാണാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ്. ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ നല്ല ഫ്രണ്ട് നല്ല നമുക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള
ഒരു കിച്ചൺ വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് പാനൽ വർക്കും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ്സ് കീപ്പ് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു എൻട്രൻസ് തന്നെയാണ് കിച്ചണിന് വരുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കിച്ചണോട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ വരുന്നൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കിച്ചണെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ നമ്മുടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. മുകളിൽ താഴെ വേണ്ട ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്രിഡ്ജൊക്കെ വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ക്യാബിനറ്റ്സിൻ്റെ താഴെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത് ഒരു ഏരിയ നമുക്കിവിടെ കാണാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരി തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ബെഡ്റൂം സൈസും കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റിൽ നമുക്ക് ഡെക്കറേഷൻ വരുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. ബെഡ് സ്പേസ് ഏരിയ വരുന്ന സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ബെഡ്റൂം സ്പേസ് തന്നെയാണ്. 10x10 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ട് ഫോൾ സീലിംഗ് നമുക്ക് ഇതുപോലെ വുഡൻ പാനൽ വർക്കിൽ നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തോണ്ടാണ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു വാൾഡ്രോബ്സ് ഓൾറെഡി നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതും. അപ്പോൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. 2 ബെഡ്റൂം നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വീട് നമുക്ക് ഒറ്റ നിലയായിട്ടാണ് നമുക്ക് ഫ്രണ്ട് എലിവേഷൻ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബെഡ്റൂം നമുക്ക് മുകളിലത്തെ ഒരു ഏരിയയിലാണ് ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലൂടെ നമുക്ക് ജസ്റ്റ് പോവാം. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റെയറിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഫർഗോള മോഡൽ വരുന്ന ഒരു വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല മനോഹരമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു ബെഡ്റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് നമുക്ക് ഈ ഒരു ഡിസൈൻ എല്ലാ റൂംസിലും കിട്ടുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു റൂമിലും ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നതും. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം രീതിയിലുള്ള മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ കുഞ്ഞനൊരു ക്യൂട്ട് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 750 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 52 lakhs ആണ്. 52 ലക്ഷമാണ് നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് സംസാരിക്കാനായിട്ടോ നെഗോഷിയേഷൻ സംസാരിക്കാനായിട്ടോ അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സും ഞങ്ങൾ തന്നെ ഹോം ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.